അസ്സലാമു അലൈക്കും അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വ അലാ ആലിഹി വസഹ്ബിഹി വസല്ലം. ഇൻഷാ അല്ലാഹ് നാളെയാണ് പെരുന്നാൾ. ബലിപെരുന്നാളിന് 10 സുന്നത്താക്കപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് ഫോളോ ചെയ്ത് നിങ്ങൾ കൃത്യമായിട്ട് പാലിക്കുന്നവരാണെങ്കിൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് അതിന്റെ പ്രതിഫലം നേടിയെടുക്കുവാൻ സാധിക്കും. ഏതൊക്കെയാണ് ആ കാര്യങ്ങളെന്ന് വെച്ചാൽ 10 കാര്യങ്ങളാണ്. സുന്നത്താക്കപ്പെട്ട 10 കാര്യങ്ങൾ. അത് ഏതൊക്കെയാണ്? ബലിപെരുന്നാൾ ദിവസത്തിലെ സുന്നത്തുകൾ. പ്രത്യേകമാക്കപ്പെട്ട 10 സുന്നത്താക്കപ്പെട്ട കാര്യങ്ങളുണ്ട്. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണോ? അത് ഏതൊക്കെയാണ്? പ്രത്യേകമായിട്ട് ഈദിന് വേണ്ടി നമ്മൾ കുളിച്ച് ശുദ്ധിയാവുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. രാവിലെ തന്നെ ഈദ്ഗാഹിന് വേണ്ടി സുബഹിക്ക് മുൻപ് തന്നെ കുളിക്കുവാൻ ശ്രദ്ധിക്കുക. ഏറ്റവും പുതിയ വസ്ത്രം തന്നെ ധരിക്കേണ്ടതാണ്. നമ്മൾ ഈദിന് റെഡിയാവുകയാണെങ്കിൽ, പെരുന്നാളിന് റെഡിയാവുന്നെങ്കിൽ എന്ത് ചെയ്യുക? ഏറ്റവും നല്ല വസ്ത്രം, അതായത് പുതിയ വസ്ത്രം തന്നെ ധരിക്കുവാൻ വേണ്ടി ശ്രദ്ധിക്കണം. അത് പ്രത്യേകമാക്കപ്പെട്ട സുന്നത്തുകളിൽപ്പെട്ടതാണ്. അതുപോലെ തന്നെ പുരുഷന്മാർ എന്ത് ചെയ്യുക? സുഗന്ധം ഉപയോഗിക്കുക. സുഗന്ധം എന്ന് പറഞ്ഞാൽ പെർഫ്യൂമുകൾ ഉപയോഗിക്കുക, സ്പ്രേ അടിക്കുക എന്നുള്ളതാണ്. അത് ചെയ്യുക. അതുപോലെ തന്നെ ഭക്ഷണമൊന്നും കഴിക്കാതെയാണ് എന്ത് ചെയ്യേണ്ടത്? നിസ്കാരത്തിന് പോകേണ്ടത്. രാവിലെ തന്നെ നിസ്കാരത്തിന് പോകേണ്ടത് ഭക്ഷണമൊന്നും കഴിക്കാതെ നമ്മൾ പോകണം. പോയിട്ട് നമസ്കാരം കഴിഞ്ഞിട്ട് അതിനുശേഷമാണ് എന്ത് ചെയ്യേണ്ടത്? വന്നതിന് ശേഷമാണ് ആഹാരം കഴിക്കേണ്ടത്. അത് കുടുംബമായിട്ട് ഒരുമിച്ചിരുന്ന് കഴിക്കുവാൻ തന്നെ ശ്രദ്ധിക്കുക. ഈദ്ഗാഹിലേക്ക് കഴിവതും നടന്നു പോവുക. അടുത്തൊക്കെയാണ് പള്ളി എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? കഴിവതും, അടുത്തല്ല, ഒരു ഇച്ചിരി ലോങ്ങാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യുക? നേരത്തെ എണീറ്റ് തന്നെ നടന്നു പോകുവാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതാണ് ഏറ്റവും സുന്നത്താക്കപ്പെട്ട കാര്യം. അതുപോലെ തന്നെ പോകുമ്പോഴും മടങ്ങുമ്പോഴും വ്യത്യസ്ത വഴികൾ സ്വീകരിക്കുക. നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോഴും വരുമ്പോഴും ഒക്കെ വ്യത്യസ്ത പല വഴികൾ കാണുമല്ലോ. അതുപോലെ തന്നെ പോകുമ്പോൾ ഒരു വഴിയിൽ കൂടി പോവുക, തിരിച്ചു വരുമ്പോൾ വേറൊരു വഴിയിൽ കൂടി അത് ആക്കുക. തിരിച്ചു വരുമ്പോൾ വേറൊരു വഴി സ്വീകരിക്കുക. അതും സുന്നത്താക്കപ്പെട്ട കാര്യങ്ങളിൽ ഉൾപ്പെടുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ അന്നേ ദിവസം തക്ബീറുകൾ ചൊല്ലുക. ഒരുപാട് തവണ തക്ബീറുകൾ ചൊല്ലേണ്ടതാണ്. പള്ളികളിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നത് കേൾക്കാമല്ലോ നമുക്ക്. അതുപോലെ തന്നെ തക്ബീറുകൾ മുഴങ്ങി ചൊല്ലുന്നത് അല്ലെങ്കിൽ ചൊല്ലുക. അതുപോലെ തന്നെ സ്വതക്ക വർദ്ധിപ്പിക്കുക. ഈ ദിവസം തന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കാൻ നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ എന്ത് തന്നെ ആയിക്കൊള്ളട്ടെ, അത് സ്വതക്ക നിങ്ങൾ വർദ്ധിപ്പിക്കുക. അത് ഏറ്റവും വലിയ സുന്നത്തുകളിൽ പെട്ടതാണ്. അതുപോലെ തന്നെ പരസ്പരം പ്രാർത്ഥിക്കുക. പരസ്പരം നമ്മൾ എന്ത് ചെയ്യുക? ആലിംഗനം ചെയ്തുകൊണ്ട് തഖബ്ബലല്ലാഹു മിന്നാ വ മിൻകും എന്ന് പറയുക. എല്ലാവരോടും വിശേഷങ്ങൾ തിരക്കുക, പരസ്പരം പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ ചെയ്യേണ്ട കാര്യങ്ങൾ മറന്നു പോവാതിരിക്കുക. ഇതൊക്കെയും ചെയ്യേണ്ട കാര്യങ്ങളാണ്, സുന്നത്താക്കപ്പെട്ട കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ഹറാം അല്ലാത്ത ആഹ്ലാദങ്ങളും യാത്രകളും ചെയ്യുക. അന്നേ ദിവസം നിങ്ങൾ ഹറാമല്ലാത്ത കാര്യങ്ങളും, ഹറാമല്ലാത്ത എന്ന് ഉദ്ദേശിക്കുന്നത് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു, പാർട്ടികളും വിശേഷങ്ങളും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. എവിടെയെങ്കിലും സാധാരണഗതിയിൽ പോകുവാൻ ഇഷ്ടമുള്ള കുടുംബങ്ങളിൽ അത് ശ്രദ്ധിക്കുക. കുടുംബങ്ങളിൽ സന്ദർശകരാകുക. ആദ്യം കുടുംബങ്ങളിൽ പോവുക, അയൽവക്കം സന്ദർശിക്കുക, സന്തോഷം പങ്കിടുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. അതുപോലെ തന്നെ സ്വതക്കയുടെ കേസ് മറന്നു പോകാതിരിക്കുക, അതും ചെയ്യുക. അതും സുന്നത്താക്കപ്പെട്ട കാര്യങ്ങളിൽ പെട്ടവയാണ്. ഇൻഷാ അല്ലാഹ് ഇതൊക്കെയാണ് സുന്നത്താക്കപ്പെട്ട കാര്യങ്ങൾ ബലിപെരുന്നാളിന്റെ. ഇൻഷാ അല്ലാഹ് എല്ലാവരും ഇതുപോലെ തന്നെ ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക. ചെറിയൊരു അസുഖം ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ പതുക്കെ സംസാരിക്കുന്നത്. എന്നാലും നമ്മുടെ ജനങ്ങൾക്ക്, പ്രേക്ഷകർക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി തരണമെന്നുണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സുന്നത്താക്കപ്പെട്ട കാര്യങ്ങളാണ്. അത് പറയാം എന്ന് വിചാരിച്ചുകൊണ്ടാണ് വീഡിയോ ചെയ്തത്. ഇൻഷാ അല്ലാഹ് എനിക്ക് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ നമസ്കാരവും പെരുന്നാൾ നമസ്കാരവും
എല്ലാം അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. പുതിയ വീഡിയോയുമായിട്ട്